ഗൾഫിൽ നിന്ന് 3 വർഷത്തിന് ശേഷം പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു മരണം കാത്തിരുന്നത് സാബിർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഗൂഡല്ലൂരിലെ സൂചിമല കയറുമ്പോഴും മരണം ഒരു ചെറിയ ജീവിയുടെ രൂപത്തിൽ പതിയിരിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിദാരുണമായ മരണമായിരുന്നു കോഴിക്കോട് വടകര സ്വദേശി പി സാബിറിന്റേത്. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് കൂട്ടുകാർക്കൊപ്പം ഗൂഡല്ലൂരിൽ എത്തിയത്. സൂചിമലയിൽ നിന്ന് താഴോട്ടിറങ്ങിയ സാബിറിനാണ് ആദ്യം കടന്നലിന്റെ കുത്തേൽക്കുന്നത്. ഇതോടെ ഷർട്ട് ഊരി വീശി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്. ഇതോടെ കടന്നൽ കൂട്ടം ഒന്നാകെ ഇളകി ആക്രമിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർക്കൊപ്പം സാബിറും ഓടിയെങ്കിലും പാതി വഴിയിൽ താഴെ വീണു. സാബിറിന്റെ ശരീരം മുഴുവൻ കടന്നൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പിന്നീട് കൂട്ടുകാർ കണ്ടത്. കടന്നൽ കുത്താത്ത 1 ഇഞ്ച് സ്ഥലം പോലും സാബിറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. സാബിറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുത്തേറ്റ 2 പേർ ചികിത്സയിലുമാണ്. കടന്നൽ കുത്തിയാൽ മരിക്കുമോ? കണ്ടാൽ ഒരു കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടെ ഒറ്റയടിക്ക് കൊല്ലാമെന്നൊക്കെ തോന്നുന്ന ഒരു കുഞ്ഞൻ ജീവിയാണെങ്കിലും അത്യധികം അപകടകാരികളാണ് കടന്നൽ, പ്രത്യേകിച്ച് കൂട്ടമായി ആക്രമിക്കുമ്പോൾ. ഓരോ കടന്നലിലും പാമ്പിൻ വിഷത്തിന്റെ 10-1 ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 10 കടന്നൽ ചേർന്ന് കുത്തിയാൽ പാമ്പ് കടിച്ചതിന് തുല്യമായില്ലേ? കാഴ്ചയിൽ തേനീച്ച പോലെ തോന്നിക്കുമെങ്കിലും കടന്നൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉറുമ്പുകളിലും തേനീച്ചകളിലും പെടാത്തവരാണ്. അതിനാൽ തന്നെ വളരെയധികം ഇനങ്ങൾ ഇവയുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഉയർന്ന മരക്കൊമ്പുകളിലും കെട്ടിടങ്ങളിലും കൂട്ടമായി പറ്റിപ്പിടിച്ച് ഞാന്നു കിടക്കുന്ന വൻ തേനീച്ച, മലൻ തേനീച്ച, പായ് തേനീച്ച എന്നൊക്കെ വിളിക്കുന്ന അപ്പിസ് ഡോർസാറ്റ എന്ന ഇനം തേനീച്ചകളെയും നമ്മൾ തെറ്റായി കടന്നൽ എന്ന് വിളിക്കാറുണ്ട്. ഏറ്റവും അപകടകാരികളായ വെസ്പ ജനുസിലെ ഹൊണറ്റുകളാണ് കടന്നൽ എന്ന പേരിനെ ശരിക്കും അർഹർ. കടന്നലുകളുടെ കൂട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ സാധാരണയായി അവ കൂട്ടമായി ആക്രമിക്കാറുള്ളൂ. അറിയാതെ സംഭവിച്ചതാണെങ്കിലും കൂടിളകിയാൽ അവ കരുതുന്നത് അവ ആക്രമിക്കപ്പെടുന്നു എന്നാണ്. തുടർന്ന് ചുറ്റും ചലിക്കുന്ന ഏത് ജീവിയെ കണ്ടാലും വളഞ്ഞിട്ട് ആക്രമിക്കും. മർമ്മത്തിലാണ് കടന്നൽ കുത്തുക. ശരീരത്തിലെ 107 മർമ്മഭാഗങ്ങളിൽ വിഷദംശമേറ്റാൽ പ്രഹരശേഷി 10 മടങ്ങാകും. പ്രത്യേകിച്ചും അരയ്ക്ക് മുകളിലേക്കാകും ആക്രമണം ഉണ്ടാകുക. നെറ്റിയുടെ മദ്യം, ഹൃദയഭാഗം, ചെന്നി, കഴുത്തിന്റെ വശങ്ങൾ, തൊണ്ടയുടെ അടുത്ത് എന്നിവിടങ്ങളിൽ കുത്തേറ്റാൽ വിഷം പെട്ടെന്ന് വ്യാപിക്കും. രക്തം, നാഡീവ്യവസ്ഥ, ശ്വാസകോശം എന്നിവിടങ്ങളെയും ബാധിക്കും. കുത്തേറ്റ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ ആരംഭിക്കാം. ബോധക്ഷയം, ഛർദി, ചുമ, മുഖം ചുവന്ന് തടിക്കുക തുടങ്ങിയവയാണ് ആദ്യ ലക്ഷണങ്ങൾ. കൂടുതൽ ഗുരുതരമായാൽ ശരീരമാസകലം ചൊറിഞ്ഞു തടിക്കും. ശ്വാസനാളിയിൽ നീർവീക്കമുണ്ടാകും. ശ്വാസതടസ്സം, രക്തസമ്മർദ്ദം കൂടുക, കോമ തുടങ്ങിയ അവസ്ഥകളും ഉണ്ടാകാം. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ശരീരത്തിൽ പ്രവേശിക്കുന്ന കടന്നൽ കൊമ്പിനെതിരെ ശരീരം പ്രവർത്തിക്കും. ദേഹത്തിന് പുറത്ത് കാണുന്നത് പോലെ അകത്തും നീര് വ്യാപിക്കും. രക്തക്കുഴലുകൾക്കടക്കം നീര് വന്ന് തടിക്കുന്നതിനാലാണ് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നത്. ഇതാകും പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നതും.